നമസ്കാരം. എൻ്റെ പേര് കിരൺ. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഓഫ് കോൺക്രീറ്റ് ആണ് പഠിച്ചത്. ഫ്രഷ് കോൺക്രീറ്റിന്റെ വിവിധ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിച്ചത്, എങ്ങനെയാണ് ഫ്രഷ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹാർഡൻഡ് കോൺക്രീറ്റിന്റെ ചില പ്രോപ്പർട്ടീസ്, പിന്നെ സ്റ്റീലിന്റെ ചില പ്രോപ്പർട്ടീസ്, ഇത് രണ്ടും വെച്ച് എങ്ങനെയാണ് നമ്മൾ ഡിസൈനിലേക്ക് കടക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു ഡിസൈനും ഇന്നത്തെ ക്ലാസ്സിൽ കഴിയുമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. സോ കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കോൺക്രീറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിന് പ്രധാനപ്പെട്ട ഒരു ബിഹേവിയർ ആണ് ഫ്ലെക്ഷറൽ ബിഹേവിയർ. സോ ദ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് ഇൻ ഫ്ലെക്ഷർ. എന്താണ് ഫ്ലെക്ഷർ? നിങ്ങൾ ഇവിടെ ഫിഗറിൽ കാണുന്നത് ഒരു കോൺക്രീറ്റ് കൊണ്ട് കാസ്റ്റ് ചെയ്ത ഒരു ബീമാണ്. ഈ ബീം രണ്ട് എൻഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യും. അപ്പൊ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബീമിന് എന്ത് സംഭവിക്കും? ബീം ബെൻഡ് ചെയ്യും. ഈ ബെൻഡിങ്ങിനെയാണ് നമ്മൾ ഫ്ലെക്ഷർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സ്ട്രക്ചറൽ എലമെന്റ്സിൽ ചില സ്ട്രക്ചറൽ എലമെന്റ്സ് പ്രധാനമായും ബെൻഡ് ചെയ്യുന്നവയാണ്. അതിൽപ്പെട്ടതാണ് ബീംസ്, സ്ലാബ്സ് എന്നിവ. ഇവരെല്ലാം ഫ്ലെക്ഷറൽ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഫ്ലെക്ഷർ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സിലെ കോൺക്രീറ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്ക് ഡിസൈനിലേക്ക് കടക്കുമ്പോൾ അതനുസരിച്ചുള്ള ഇക്വേഷൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ലോഡ് അപ്ലൈ ചെയ്തപ്പോ കോൺക്രീറ്റ് ബീം ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ടോപ്പ് ഫൈബേഴ്സ് എല്ലാം അടുത്തോട്ട് വരികയും ബോട്ടം ഫൈബേഴ്സ് എല്ലാം അകലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഈ മുകളിലെ ടോപ്പ് ഫൈബേഴ്സ് അടുത്തോട്ട് വരുന്നത് അവിടെ കംപ്രസീവ് ഫോഴ്സ് ആണ് അവിടുത്തെ ഫൈബേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. താഴെ ടെൻസൈൽ ഫോഴ്സ്, അവിടുത്തെ ഫൈബേഴ്സ് എല്ലാം സ്ട്രെച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ ടെൻസൈൽ ഫോഴ്സ് ആണ് അവിടുത്തെ ഫൈബേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായും ഈ തന്നിരിക്കുന്ന സെക്ഷനിൽ തന്നെ രണ്ട് തരം ഫോഴ്സുകളാണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്ന് കംപ്രസീവ് ഫോഴ്സും ഒന്ന് ടെൻസൈൽ ഫോഴ്സും. ഓക്കെ, അപ്പൊ കോൺക്രീറ്റ് എങ്ങനെ കംപ്രഷനിൽ ബിഹേവ് ചെയ്യും, കോൺക്രീറ്റ് എങ്ങനെ ടെൻഷനിൽ ബിഹേവ് ചെയ്യും, ഇതിനെപ്പറ്റി നമുക്ക് നന്നായി മനസ്സിലാക്കണം. സോ ഇവിടെ ഒരു ടാബുലർ ഫോമില് ഞാൻ രണ്ട് ബിഹേവിയർ ഓഫ് കോൺക്രീറ്റും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നിൽ കോൺക്രീറ്റ് അണ്ടർ കംപ്രഷൻ, ഒന്നില് കോൺക്രീറ്റ് അണ്ടർ ടെൻഷൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സൗകര്യത്തിനാണ് ഞാൻ ഇത് ഈ രണ്ട് കാര്യങ്ങളും ഒരേ സ്ലൈഡിൽ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെൻ കോൺക്രീറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രഷൻ. കോൺക്രീറ്റിൽ കംപ്രഷൻ വരുമ്പോൾ കോൺക്രീറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും? അപ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, കോൺക്രീറ്റ് ഈസ് വെരി വെരി സ്ട്രോങ് ഇൻ കംപ്രഷൻ. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കോൺക്രീറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അത് താങ്ങാനുള്ള ശേഷി വളരെയധികം കൂടുതലാണ്. അപ്പൊ കോൺക്രീറ്റിന് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് കംപ്രസീവ് സ്ട്രെങ്ത്. എങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക? നമ്മൾ കോൺക്രീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫ്രഷ് കോൺക്രീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. അപ്പോൾ ഒരു പ്രത്യേക തരം മിക്സിലാണ് ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത കോൺക്രീറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിച്ച് ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്യും. ആ ക്യൂബിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 150 mm ഇൻറ്റു 150 mm ഇൻറ്റു 150 mm. അതിന്റെ 3 ഡയമെൻഷൻസും 150 mm ആയിരിക്കും. അപ്പൊ ഒരു കോൺക്രീറ്റ് ക്യൂബായി. ഇനി ഇതിനെ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം 28 ദിവസം അതിനെ ക്യൂർ ചെയ്യണം. ഏതെങ്കിലും മോയിസ്റ്റ് ക്യൂറിംഗ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ക്യൂർ ചെയ്യുക. 28 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂബിനെ നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനാണ് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ, CTM എന്ന് പറയും. കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീന്റെ പ്ലേറ്റൻസിനിടയ്ക്ക് ഈ ക്യൂബിനെ നമ്മൾ പ്ലേസ് ചെയ്ത് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ ഫെയിലിയർ ഉണ്ടാകുന്ന ലോഡ് ഇതിന്റെ ഡയൽ ഗേജിൽ നിന്ന് കിട്ടും. ആ കിട്ടിയ ലോഡ് ഡിവൈഡഡ് ബൈ ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദിസ് സ്പെസിമെൻ, ദാറ്റ് ഈസ് 150 mm ഇൻറ്റു 150 mm ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദാറ്റ് കോൺക്രീറ്റ് ക്യൂബ് നമുക്ക് കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ, കോൺക്രീറ്റ് കംപ്രഷൻ എടുക്കാൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ കംപ്രഷന്റെ കപ്പാസിറ്റിയെ അളക്കുന്ന ഒരു അളവ് പോലാണ് കംപ്രസീവ് സ്ട്രെങ്ത്. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്.
ഈ കോൺക്രീറ്റ് ഒരു പ്രത്യേക മിക്സിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ക്യൂബാണ് അല്ലെ. ഇതേ മിക്സിൽ നിന്നും നമ്മൾക്ക് വിവിധ ഇനം ക്യൂബുകൾ ഉണ്ടാക്കാം. ഒരേ സമയം തന്നെ ആയിരക്കണക്കിന് ക്യൂബുകൾ ഇതേ മിക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ഓരോ ക്യൂബിനെയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും തരുന്ന കംപ്രസീവ് സ്ട്രെങ്ത് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് വേരിയബിൾ ഇൻ നേച്ചർ. കോൺക്രീറ്റ് നിങ്ങൾക്കറിയാം, കോൺക്രീറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മെറ്റീരിയൽ. ഒരുപാട് തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്, ഒരു ക്യൂബാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ക്യൂബ് നമ്മൾ ഒരേ മിക്സിൽ നിന്ന് തന്നെ കൂടുതൽ ക്യൂബ് കാസ്റ്റ് ചെയ്യുകയും ഓരോന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വാല്യൂസ് തരികയും ചെയ്യുന്നു. അത് അതിന്റെ ഹെട്രോജീനിയസ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത മിക്സ്, നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്ത ഈ മിക്സിന് കൃത്യമായി എന്ത് കംപ്രസീവ് സ്ട്രെങ്ത് തരണം എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് കുറെ വാല്യൂസ് അത് തരും. ഒരു ക്യൂബ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇപ്പൊ 19 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ മറ്റൊരു ക്യൂബ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. വേറെ ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ 24 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. പിന്നെയും ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ ഇതേ നേരത്തെ കിട്ടിയ പോലെ 19 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അങ്ങനെയുള്ള വാല്യൂസ് വേരിയബിൾ, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും ഇതേ മിക്സിൽ നിന്ന് എടുത്ത പല ക്യൂബുകളും ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കൃത്യമായി ഈ മിക്സിന് ഇത്ര സ്ട്രെങ്ത് തരാൻ പറ്റും എന്നൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അഷ്വറൻസ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ചില കാര്യങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇഫക്റ്റ് ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ഹിസ്റ്റോഗ്രാം ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്തും വൈ ആക്സിസിൽ ഫ്രീക്വൻസി ഓർ ദ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിക്സിൽ നിന്നും ആയിരക്കണക്കിന് ക്യൂബുകൾ കാസ്റ്റ് ചെയ്തു, ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോ 1000 ക്യൂബ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോ ഏകദേശം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിൽ ഏകദേശം ഒരു 130 ക്യൂബും തന്ന വാല്യൂ എത്രയാണ്? 18 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ ഇപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 22 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടിയ ഏകദേശം 60 സാമ്പിൾസ് ഉണ്ട്. അങ്ങനെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ ഏകദേശം ഒരു 10 മുതൽ 30 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന്റെ ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ബെൽ. ഒരു ബെല്ലിന്റെ ഷേപ്പിലുള്ള ഒരു കർവാണ് കിട്ടുന്നത്. ഇതിന് കൊടുക്കുന്ന പേരാണ് നോർമൽ കർവ് ഓർ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, നോർമൽ കർവ് ഓർ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇത്രയും റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്, ഇവിടെ 10 മുതൽ 30 വരെയുള്ള കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോ ഈ മിക്സിന് എത്ര കംപ്രസീവ് സ്ട്രെങ്ത് കൊടുക്കാമെന്ന് ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വേണമെങ്കിൽ ഇതിന്റെ ആവറേജ് എടുത്ത് കൊടുക്കാന്ന് പറയും. പക്ഷെ ആവറേജ് കൊടുക്കുന്നത് ശരിയാണോ? ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10നും 30നും ഇടയ്ക്കുള്ള ആവറേജ് എന്ന് പറഞ്ഞുള്ള ഒരു വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതെന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. ഓക്കെ, അതെന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. ഏകദേശം 19 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ 19 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഈ മിക്സിന് 19 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇവിടെ നോക്കുക, ഏകദേശം 50% സാമ്പിൾസും ഈ 19-നേക്കാളും കൂടുതൽ വാല്യൂ തരും. അപ്പോ നിങ്ങളുടെ സേഫർ സൈഡിലാണ്. പക്ഷെ ഏകദേശം 50% ടെസ്റ്റ് റിസൾട്ടും 19-നേക്കാളും കുറവാണ്. അപ്പൊ ആവറേജ് എടുക്കുന്നത് കൊണ്ട് ശരിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് വേറൊരു പാരാമീറ്റർ നമുക്കിവിടെ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ഏത് സ്ട്രെങ്ത് ആണ് നമ്മുടെ മിക്സിന്റെ സ്ട്രെങ്ത് എന്ന് പറയേണ്ടത്? വി ഷുഡ് ചൂസ് സച്ച് എ വാല്യൂ സച്ച് ദാറ്റ് only 5% of the test results shall fall less than this value. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സ്ട്രെങ്ത് വാല്യൂ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ 95% റിസൾട്ടുകളും ഈ വാല്യൂവിനെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ തരും. only 5% ടെസ്റ്റ് റിസൾട്ടുകൾ മാത്രമേ ഇതിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഒരു വാല്യൂ തരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വാല്യൂ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അങ്ങനെ ചൂസ് ചെയ്യുന്ന സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്തിനെയാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നൊട്ടേറ്റഡ് ബൈ FCK, F സഫിക്സ് CK. അപ്പൊ FCK എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് വാല്യൂ ആണ്. വെറും കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് റെപ്രസെന്റഡ് ബൈ FCK വെച്ച് വേണം നമ്മൾ ആ മിക്സിനെ അസൈൻ ചെയ്യാൻ. ഈ മിക്സ് തരാൻ പറ്റുന്ന മിനിമം അഷ്വേർഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? FCK ആണ്. ഓക്കെ, സോ IS കോഡ് ഇതിനൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്ടഡ് ടു ഹോൾഡ്. ഈ പറയുന്ന വാല്യൂവിനേക്കാളും
വെറും 5% ടെസ്റ്റ് റിസൾട്ട് ഇതിനേക്കാളും കുറഞ്ഞു പോകാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും മിനിമം ഈ ടെസ്റ്റ് റിസൾട്ട് എങ്കിലും ഈ വാല്യൂ എങ്കിലും നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോ കംപ്രഷനെ അപേക്ഷിച്ച് നമ്മൾ പഠിച്ചത് എന്താണ്? കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. കോൺക്രീറ്റിന് ഏറ്റവും കൂടുതൽ ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കംപ്രഷനിലാണ്, മറ്റേതിനേക്കാളും കംപ്രഷനില്ല. സോ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് കംപ്രസീവ് സ്ട്രെങ്ത്. ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഒരു വേരിയബിൾ പാരാമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു? വി ഹാവ് ഡിഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ടു ഗിവ് ആൻ അഷ്യൂറൻസ് ഓഫ് ദ മിനിമം സ്ട്രെങ്ത് വിച്ച് ദ കോൺക്രീറ്റ് ക്യാൻ ഗിവ്. ഓക്കെ, അപ്പൊ കംപ്രഷനെ പറ്റി പഠിച്ചു. ഇതേ സാഹചര്യത്തിൽ നമ്മൾ ടെൻഷന്റെ കാര്യം നോക്കുക. കംപ്രഷനിൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന കോൺക്രീറ്റ് ഇറ്റ് ഈസ് വെരി വെരി വീക്ക് ഇൻ ടെൻഷൻ. കംപ്രസീവ് സ്ട്രെങ്തിന്റെ വെറും 7 മുതൽ 15% വരെ സ്ട്രെങ്ത് മാത്രമേ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 20 Nm/mm² കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഒരു ക്യൂബ്, അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മുതൽ 15%. നമുക്കൊരു 10% എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 Nm/mm² കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളതിന് എത്ര ടെൻസൈൽ സ്ട്രെങ്ത് കാണുള്ളൂ? 2 Nm/mm² സ്ട്രെങ്ത് ഉണ്ടാവും. മനസ്സിലായല്ലോ? അത്രത്തോളം കുറവാണ് കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്. ആസ് എ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റിന്റെ ഈ ടെൻസൈൽ സ്ട്രെങ്ത് കുറവായത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഫിഗറിൽ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഈ ബീമിൽ ലോഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കംപ്രസീവ് സ്ട്രെസ്സും മറ്റൊരു സൈഡിൽ ടെൻസൈൽ സ്ട്രെസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ടെൻസൈൽ സ്ട്രെസ് വളരെ കുറവായത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ടെൻഷൻ സൈഡ് ഓഫ് കോൺക്രീറ്റിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഏറ്റവും ആദ്യം ക്രാക്ക് എവിടെയാണ് ഉണ്ടാകുന്നത്? ടെൻഷൻ സൈഡ് ഓഫ് ദ ബീം. അവിടെ ആയിരിക്കും ക്രാക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ക്രാക്ക് ഉണ്ടായാൽ അവിടുത്തെ കോൺക്രീറ്റിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. സോ വി ഓൾവേസ് ഇഗ്നോർ ദ ഇഫക്റ്റ് ഓഫ് കോൺക്രീറ്റ് ഓൺ ദ ടെൻഷൻ സൈഡ്. ടെൻഷൻ സൈഡിലുള്ള കോൺക്രീറ്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്യും. പൂർണ്ണമായും നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈനിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇതും ഓർത്ത് വെക്കുക. കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ദ ടെൻസൈൽ സ്ട്രെങ്ത്. ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഓൺലി 7 to 15% ഓഫ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഇഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ടെൻഷൻ ആൻഡ് ഹെൻസ് ഇഗ്നോർഡ് ഇൻ ദ ഡിസൈൻ. ഇനിയും തീർന്നിട്ടില്ല. നമ്മൾ ഇപ്പൊ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, കംപ്രഷന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്തിനെ പറ്റിയാണ് പഠിച്ചത്. വെറും കംപ്രസീവ് സ്ട്രെങ്ത് അല്ല, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. ആ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് ഒരു ഉപയോഗമുണ്ട്. എന്താണ് ഉപയോഗം? കോൺക്രീറ്റിന്റെ ഗ്രേഡിനെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പാരാമീറ്റർ ആക്കി ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്തിനെ ഉപയോഗിക്കാം. ഇത് നിങ്ങൾ പ്രീവിയസ് ഒരു ക്ലാസ്സിൽ അനൂപ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാണ്. എന്താണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും സാറ് ഉപയോഗിച്ച വാക്കാണ് 28 day ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോ കോൺക്രീറ്റിന്റെ 28ാമത്തെ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്ത സാമ്പിൾസിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ക്യൂബ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് വേണം കോൺക്രീറ്റിന്റെ ഗ്രേഡ് എക്സ്പ്രസ് ചെയ്യാൻ. അങ്ങനെയാണ് M20, M25, M30, M35 എന്നുള്ള ഗ്രേഡുകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൽ M എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ് എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്ത ഒരു കൊടുക്കുന്ന നമ്പർ എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ 28 day ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ Nm/mm² അല്ലെങ്കിൽ മെഗാ പാസ്കൽ. ഓക്കെ, ഇതേ സ്ഥാനത്ത് ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിൽ ടെൻഷൻ സൈഡിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. അവിടെ ഉള്ള കോൺക്രീറ്റിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള ഫോഴ്സ്, അവിടെയുള്ള ടെൻസൈൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റീൽ ബാർസ് അവിടെ എംബെഡ് ചെയ്യുന്നത്. ഓൺ ദ ടെൻഷൻ സൈഡ് ഓഫ് ദ കോൺക്രീറ്റ് വി എംബെഡ് ദ സ്റ്റീൽ ബാർസ് ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, കോൺക്രീറ്റിന് ടെൻഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് വി എംബെഡ് സ്റ്റീൽ ബാർസ് ഓൺ ദ ടെൻഷൻ സൈഡ്. ഓക്കെ, സച്ച് എ കോൺക്രീറ്റ് ഈസ് നോൺ ആസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അതിനെയാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സബ്ജക്റ്റിൽ ത്രൂ ഔട്ട് പഠിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ഡിസൈൻ ആണ്. ഓർത്തിരിക്കുക, കോൺക്രീറ്റിന് ടെൻഷൻ കപ്പാസിറ്റി കുറവായതുകൊണ്ട് നമ്മൾ സ്റ്റീൽ എംബെഡ് ചെയ്യും. അങ്ങനെയുള്ള കോൺക്രീറ്റിനെയാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഇനി മുതലെല്ലാം ഈ സബ്ജക്റ്റിന്റെ അവസാനം വരെയും പഠിക്കുന്നത്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയറും ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ നമ്മൾ ഒരു ചെറിയൊരു കമ്പാരിസൺ ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും തരുന്ന കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ആണ് ഈ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും M7.5 ഇതൊക്കെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ്. ഒറിജിനലി
നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ എന്തെങ്കിലും അത് എക്സ്പെരിമെന്റിൽ കിട്ടുന്നതാണ്. ഇതൊരു റെപ്രസെന്റേഷന് വേണ്ടി ഞാൻ വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനും ഓരോ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഇവിടെ M7.5 കിട്ടുന്നതിനേക്കാളും ഇനിഷ്യൽ സ്ലോപ്പ് കൂടുതലായിരിക്കും നിങ്ങൾ മുകളിലോട്ട് ഹയർ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ചൂസ് ചെയ്യുമ്പോൾ. ഇപ്പൊ M7.5 കഴിഞ്ഞ് M10 എടുക്കുന്നു, M25 എടുക്കുന്നു, M50 എടുക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇനിഷ്യൽ പോർഷൻ ഓഫ് ദ കർവിന്റെ സ്ലോപ്പ് ഇവിടെ നോക്കൂ. ഏറ്റവും സ്ലോപ്പ് സ്റ്റീപ്പ് ആയിട്ടുള്ള ഏതിനാണ്? അത് ഹയർ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. അത് അതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ കോൺക്രീറ്റിന്റെ ഹയർ ഗ്രേഡ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്ലോപ്പ് ഓഫ് ദ കർവ് വിൽ ബി ഗ്രേറ്റർ. ഇനി അടുത്ത ഫൈനൽ സ്ലോപ്പ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് നോക്കിയാൽ മതി. ഈ ഫെയിലിയർ അവസാനം നടക്കുന്നത് ഇവിടെയാണ്. ഇപ്പൊ ഇവിടെ ഇനിഷ്യലി ലോഡ് ചെയ്യുമ്പോൾ സ്ട്രെസ് കൂടുന്നു, സ്ട്രെയിൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ കൂടുന്ന അനുസരിച്ച് സ്ട്രെസ് ഇൻ ദ മെറ്റീരിയലും ഇൻക്രീസ് ചെയ്യുന്നു. ഇനിഷ്യലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ അതൊരു നോൺ ലീനിയർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഒരു കർവി ലീനിയർ ഷേപ്പ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ആ കർവ് ഡിക്ലൈൻ ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫ്രാക്ചർ നടക്കും. ആ സ്ട്രക്ചർ, ആ ക്യൂബ് അല്ലെങ്കിൽ ഫെയിൽ ആകും. ഓക്കെ, അപ്പൊ ഫെയിൽ ആകുന്ന പോയിന്റ് ഏറ്റവും പെട്ടെന്ന് ഫെയിൽ ആകുന്നത്, ഏറ്റവും ലോവർ സ്ട്രെയിൻസിൽ വലിയ ഡീഫോർമേഷൻ നടക്കാതെ തന്നെ ഫെയിൽ ആകുന്നത് ഹയർ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇപ്പൊ ലോവർ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M7.5 നോക്കി, അത് ഫെയിലർ നടക്കുന്നത് 0.004 M50 ഫെയിൽ ആകുന്നത് ഏകദേശം 0.003 ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ കർവിന്റെ ബിഹേവിയർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് പരീക്ഷയിൽ ചോദിച്ചാൽ ഇതുപോലെ 1-2 കർവ്സ് വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്, സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യണം, അത് വളരെ ആവശ്യമാണ്. ഇവിടെ നോക്കിയാൽ മതി, എല്ലാ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റും അതിന്റെ പരമാവധി സ്ട്രെസ് ലെവലിൽ എത്തുന്നത് എവിടെയാണ്? ഏകദേശം അപ്രോക്സിമേറ്റ്ലി 0.002 എന്ന് പറഞ്ഞ സ്ട്രെയിൻ ലെവലിലാണ്. ഓക്കെ, ആ സ്ട്രെയിൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറയുന്ന കോൺക്രീറ്റ് ഗ്രേഡ്സ് എല്ലാം അൾട്ടിമേറ്റ് സ്ട്രെസ് അറ്റൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ 0.002 കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അപ്പോ ഇതാണ് നമ്മൾ കംപ്രഷൻ അപ്ലൈ ചെയ്യുമ്പോഴുള്ള സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ. ഇനി ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ നോക്കൂ. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്, ഇവിടെ സ്ട്രെയിനിന്റെ റേഞ്ച് 0.001, 0.002, 0.003 അങ്ങനെയായിരുന്നു. ഇവിടെ ഒരു സീറോയും കൂടെ കൂടുതലാണ്, 0.0001, 0.0002, 0.0003 എന്ന് പറഞ്ഞാൽ വളരെ ലോവർ സ്ട്രെയിനുകളിലാണ് ഈ മെറ്റീരിയൽ ഫെയിലിയർ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടെൻസൈൽ ഫോഴ്സ് കോൺക്രീറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അധികം ഡീഫോർമേഷനിൽ കോൺക്രീറ്റ് പോകില്ല, അധികം ഡീഫോം ചെയ്യാൻ അതിന് പറ്റില്ല. അത് എയർലി സ്ട്രെയിൻ വാല്യൂസിൽ തന്നെ അത് ഫ്രാക്ചർ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ശരിക്കും പറഞ്ഞാൽ പ്രഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വി അസ്യൂം ദാറ്റ് ദ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ വെൻ ദ concrete is subjected to tension is a straight line. Okay, അപ്പോ unlike compression ഇതിന് വളരെ ലോവർ സ്ട്രെയിൻസിൽ ഫെയിലിയർ നടക്കും. മാത്രമല്ല ഇതിന്റെ ഒരു ബിഹേവിയർ അല്ല, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ കോൺക്രീറ്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, കോൺക്രീറ്റ് is very very strong in compression and extremely weak in tension. കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. വെറും കംപ്രസീവ് സ്ട്രെങ്ത് പോരാ, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചെയ്യേണ്ടത്. ഇനി ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഉപയോഗിച്ച് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയറും നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇനിഷ്യലി സ്ട്രെയിറ്റ് ലൈൻ ആണ്, പിന്നെ ഒരു നോൺ ലീനിയർ റേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വിൽ ഡിക്ലൈൻ. ഈ ഇനിഷ്യൽ പോർഷനെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു പാരബോളിക് ഷേപ്പ് ആയിട്ട് അസ്യൂം ചെയ്യാം കേട്ടോ. ഇതിനെ ഒരു പാരബോളിക് ഷേപ്പ് ആയിട്ട് അസ്യൂം ചെയ്യും ഈ ഇനിഷ്യൽ പോർഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ഈസ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ. നേരത്തെ പറഞ്ഞു കോൺക്രീറ്റ് ഈസ് വെരി വീക്ക് ഇൻ ടെൻഷൻ, സോ യു നീഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്സ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ഇൻകപ്പാസിറ്റി ഓഫ് കോൺക്രീറ്റ് ടു റെസിസ്റ്റ് ടെൻഷൻ. ഓക്കെ, അപ്പോ റീഇൻഫോഴ്സ് ചെയ്യാൻ സ്റ്റീൽ വേണം. സ്റ്റീൽ ബാർസ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന സ്റ്റീൽ ബാർസിനെ വിളിക്കുന്ന പേരാണ് റീബാർസ്. ഓക്കെ, ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഗ്രേഡുകളെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതിനെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രേഡ്സ് FE250. ഇവിടെ ഫിഗറിൽ നോക്കി, FE250, FE415 ആൻഡ് FE500 ഗ്രേഡ് സ്റ്റീൽ. ഇതിന്റെ എല്ലാം സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ആണ് വരച്ചിരിക്കുന്നത്. എപ്പോഴുള്ളത്? വെൻ ദ മെറ്റീരിയൽ ഈ സബ്ജക്റ്റഡ് ടു ടെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ടെൻഷൻ റീജിയനിലാണ് നമ്മൾ ഇത് എംബഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീൽ ഈ സബ്ജക്റ്റഡ് ടു ടെൻഷൻ, അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോ
As you increase the load, initially ഇവിടെ നോക്കുക ഈ 3 grade of സ്റ്റീലുകളിലും initial portion is a straight line. Initially the stress increases with strain. Okay, stress increases with strain. അത് മൂന്നിനും ഓവർലാപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. Okay, it is common for all the 3 grades of steel. അതുകൊണ്ട് തന്നെ സ്റ്റീലിന് അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഈ പറയുന്ന ഇനിഷ്യൽ സ്ട്രെയിറ്റ് ലൈൻ റീജിയന്റെ സ്ലോപ്പ് കൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁵ Nm/mm², ഓർ മെഗാ പാസ്കലിൽ പറയാം. എല്ലാ ഗ്രേഡ് ഓഫ് സ്റ്റീലിനും ഇത് ആപ്ലിക്കബിൾ ആണ്. സോ ഈ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. 2 × 10⁵ Nm/mm² ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ. പിന്നെ നോക്കുക, നമ്മൾ ഈ 3 കർവ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോ സ്റ്റഡി ചെയ്യുന്നത്. നോക്കുക, Fe250 ഗ്രേഡ് സ്റ്റീൽ, അതിന് ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് സ്ട്രെസ് കൂടുന്നു, സ്ട്രെയിനും അതനുസരിച്ച് കൂടുന്നുണ്ട്. ഇനി ഒരു പ്രത്യേക സ്ട്രെസ് വാല്യൂ എത്തിയപ്പോ Fe250 ഗ്രേഡ് സ്റ്റീലിന്റെ ഗ്രാഫ് ബിക്കംസ് ഹൊറിസോണ്ടൽ ടു ദി എക്സ് ആക്സിസ്, ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആയി. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൊറിസോണ്ടൽ ആകുക എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇൻക്രീസിംഗ് ഇൻ സ്ട്രെസ്, വിത്തൗട്ട് ഇൻക്രീസ് ഓഫ് സ്ട്രെസ് ദ സ്ട്രെയിൻ ഈസ് ഇൻക്രീസിംഗ്. അപ്പൊ ഇവിടെ ഈൽഡിംഗ് ആണ് നടക്കുന്നത്. ഇതിനെയാണ് ഈൽഡിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ ഗ്രാഫ് ഈസ് ഹൊറിസോണ്ടൽ ദെൻ ഇറ്റ് റെപ്രസെന്റ്സ് ഈൽഡിംഗ് ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽ ഈൽഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലോഡ് അപ്ലൈ ചെയ്യാതെ തന്നെ, അത് ലോഡ് ഇൻക്രീസ് ചെയ്യാതെ തന്നെ ആ മെറ്റീരിയൽ ഈൽഡ് ചെയ്യുന്നു, വലിയുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കൃത്യമായ ഈൽഡ് പോയിന്റ് Fe250 ഉണ്ട്. അത് എത്രയാണ്? ഈ ഗ്രാഫിൽ നിന്ന് തന്നെ കാണാം നിങ്ങൾക്ക്. 200-നും 300-നും നടുക്കാണ്. 250 Nm/mm² ആണ് ആ ഈൽഡ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇതിനെ ഈൽഡ് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് റെപ്രസെന്റ് ചെയ്തത്. Fe250, where 250 represents the yield strength of this grade of steel. അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിലും, എല്ലാ സ്റ്റീൽ ഗ്രേഡുകളെയും അതിന്റെ ഈൽഡ് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. Fe415 എടുക്കുക, Fe500 എടുക്കുക, അതില് പക്ഷെ ഒരു വ്യത്യാസം കാണും. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ കൃത്യമായിട്ട് കാണാൻ പാടാണ്. ഇതൊരു ചെറിയൊരു കേർവ് പോലെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. Fe415 എടുത്താലും Fe500 എടുത്താലും. ഓക്കെ, അപ്പോ ഇതും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ഇതിനൊരു വെൽ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ഉണ്ട്, ഇതിന് വെൽ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ഇല്ല. അപ്പൊ വെൽ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ഉള്ള ഈ Fe250 ഗ്രേഡ് സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ മൈൽഡ് സ്റ്റീൽ ബാർസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്ലെയിൻ ബാർ ആണെന്ന് മനസ്സിലാവും. ഇതിന് പുറത്ത് വേറെ പ്രൊട്രൂഷൻസോ വേറെ ഡിഫോർമേഷൻസ് ഒന്നും ഇല്ല. സോ ദിസ് ഈസ് കോൾഡ് മൈൽഡ് സ്റ്റീൽ ബാർ ഓർ പ്ലെയിൻ മൈൽഡ് സ്റ്റീൽ ബാർ. Fe250 ഗ്രേഡ് സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഇനി മറ്റ് 2 ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ വിളിക്കുന്ന പേരാണ് HYSD ബാർസ്, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. ഇതിന്റെ സർഫസ് ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ കാണാം. സർഫസിൽ ചെറിയ പ്രൊട്രൂഷൻസും റിബ്സും ഒക്കെ കാണാം. കോൺക്രീറ്റ് എംബഡ് ചെയ്യുമ്പോൾ കോൺക്രീറ്റുമായിട്ടുള്ള ഒരു ഗ്രിപ്പ് കിട്ടാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് ഈ കാലത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും HYSD ബാർസ് തന്നെയാണ്. Okay, so Fe415 and Fe500 grade steel belong to HYSD bars. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് വെൽ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ഇല്ല. അപ്പോ വെൽ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കണം? അതിനാണ് നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഓക്കെ, ഇവിടെ അങ്ങനെ ഈ വെൽ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ഇല്ലാത്ത ഗ്രേഡ് ഓഫ് സ്റ്റീലുകൾക്ക് എങ്ങനെയാണ് ഈൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, 0.002 എന്ന് പറഞ്ഞൊരു സ്ട്രെയിൻ വാല്യൂ. ആ സ്ട്രെയിൻ വാല്യൂ നമുക്ക് എപ്പോഴും ഒരു 0.002 എന്ന് പറഞ്ഞ സ്ട്രെയിൻ ഈ ആക്സിസിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം അല്ലേ? അവിടെ നിന്നും ഈ ഇനിഷ്യൽ പോർഷൻ ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫിൽ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ ആണ് 0.2% പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. 0.2% എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ 0.002 എന്ന് പറഞ്ഞ സ്ട്രെയിനെയാണ് ഉദ്ദേശിച്ചത്. 0.2% പ്രൂഫ് സ്ട്രെസ്. അങ്ങനെ ഈ 0.2% പ്രൂഫ് സ്ട്രെസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് HYSD ബാർസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട HYSD ബാർസിന് ഈൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 0.002 എന്ന് ഒരു ലൈൻ ഇനിഷ്യൽ സ്ട്രെയിറ്റ് ലൈൻ പോർഷന് പാരലൽ ആയിട്ട് വരയ്ക്കും. അത് ഈ ഗ്രാഫിൽ എവിടെയെങ്കിലും മുട്ടും. ആ മുട്ടുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് നമ്മൾ എടുക്കും. ആ സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് HYSD ബാർസ് ഓർ 0.2% പ്രൂഫ് സ്ട്രെസ് എന്നും അതിനെ വിളിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ
ഫൈനലി കൺക്ലൂഡ് ചെയ്യാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കോൺക്രീറ്റിന്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് പറഞ്ഞ പോലെ ഒരു കൃത്യമായ ഒരു സ്ട്രെങ്ത് വാല്യൂ സ്റ്റീലിന് ഡിഫൈൻ ചെയ്യുന്നത് കോഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീലിന് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈൽഡ് സ്ട്രെങ്ത് അതിന് വെൽ ഡിഫൈൻഡ് ആണ്. അതുപോലെ വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഗ്രേഡ് ഓഫ് സ്റ്റീലുകൾക്കും 0.2% പ്രൂഫ് സ്ട്രെസ് വെച്ച് ഈൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ IS കോഡ് പറയുന്നത് ഈ രണ്ട് വാല്യൂസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. അത് FE250 ആണെങ്കിൽ ഡയറക്ട്ലി ഈൽഡ് സ്ട്രെങ്ത് കിട്ടും. FE415 or FE500 ഗ്രേഡ് സ്റ്റീൽ ആണെങ്കിൽ 0.2% പ്രൂഫ് സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, HYSD ബാർസ് ആയ FE415നെയും FE500 ഗ്രേഡ് സ്റ്റീലുകളെയാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഡേ ടു ഡേ യൂസുകൾക്ക് RCC വർക്കുകൾക്ക് വേണ്ടി എടുക്കുന്നത്. 250 ഇപ്പൊ സാധാരണ ഉപയോഗിച്ച് കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദി സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ റെഫർ ചെയ്യുന്നത് ഈ 0.2% പ്രൂഫ് സ്ട്രെസ്സിനെ തന്നെയാണ്. സോ അത് മറന്നു പോരുത്. നമ്മൾ ഈ രണ്ട് വാക്കുകളും ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. സോ രണ്ടും ഉദ്ദേശിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ 0.2% പ്രൂഫ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നൗ കമ്മിങ് ടു ദ ഡിസൈൻ ഓഫ് സ്ട്രക്ചർ. അപ്പൊ ഇപ്പോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി സ്ട്രക്ചറൽ ഡിസൈനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡിസൈനറിന്റെ മനസ്സിലുണ്ടാകണം ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത് കോഡും. സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി. എന്താണ് സേഫ്റ്റി, എന്താണ് സർവീസബിലിറ്റി, ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇവിടെ നോക്കുക, സേഫ്റ്റിയും സർവീസബിലിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. എന്താണ് സേഫ്റ്റി? ഒരു സ്ട്രക്ചർ സേഫ് ആണെന്ന് പറയണമെങ്കിൽ അത് കൊളാപ്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് തകർന്നു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ വി കോൾ ഇറ്റ് സേഫ്. എപ്പോഴാണ് അത് തകർന്നു പോകാൻ പാടില്ലാത്തത്? വെൻ യു സബ്ജക്ട് സച്ച് സ്ട്രക്ചേഴ്സ് ടു സർവീസ് ലോഡ്സ് ഓർ പ്രോബബിൾ ഓവർലോഡ്സ്. സർവീസ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ ദൈനംദിനമായി അത് അപ്ലൈ ചെയ്യുന്ന ലോഡുകളാണ് സർവീസ് ലോഡ്സ് ഓർ വർക്കിംഗ് ലോഡ്സ് എന്ന് പറയും. ഈ പ്രോബബിൾ ഓവർലോഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വിൻഡ്, എക്സ്ട്രീം ആയിട്ടുള്ള എർത്ത്ക്വേക്സ്, നമ്മൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന എക്സ്ട്രീം ഹയർ ലോഡുകളെയാണ് ഓവർലോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് സാധാരണ ഡേ ടു ഡേ ലോഡുകൾ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സ്ട്രീം ലോഡുകൾ അപ്ലൈ ചെയ്യുമ്പോഴോ ഈ സ്ട്രക്ചർ സേഫ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് സേഫ്. സ്ട്രക്ചർ ഈസ് സെഡ് ടു ബി സേഫ്. അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കൊളാപ്സ് സംഭവിക്കുന്നതെന്നും കോഡ് പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, കൊളാപ്സ് മേ ഒക്കർ ഡ്യൂ ടു എക്സീഡിങ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എക്സീഡ് ചെയ്യുന്ന തരത്തിൽ ഒരു എക്സസീവ് ലോഡ് വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ ഫെയിൽ ആകും. അല്ലെങ്കിൽ ഡ്യൂ ടു സ്ലൈഡിങ് ഓർ ഓവർ ടേണിംഗ്, ബക്ലിംഗ്, ഫറ്റീഗ് ഓർ ഫ്രാക്ചർ. അപ്പൊ ഈ കാരണങ്ങളാൽ സ്ട്രക്ചർ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും നടന്നില്ലെങ്കിൽ വി കോൾ ദ സ്ട്രക്ചർ സേഫ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് സർവീസബിലിറ്റി? സർവീസബിലിറ്റി ഇവിടെ നോക്കുക, നമ്മൾ ഏതൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താലും അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സ്ട്രക്ചറിനകത്ത് ഇരിക്കുമ്പോൾ ഭീതി ഉണ്ടാകുക, പേടി ഉണ്ടാകുക, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഇത് ഇപ്പൊ തകരും എന്നുള്ള ഒരു പേടി മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനെ അൺസർവീസബിൾ എന്നാണ് പറയുന്നത്. സോ ഇഫ് എ സ്ട്രക്ചർ കോസസ് യൂസർ ഡിസ്കംഫർട്ട് വി കോൾ സച്ച് എ സ്ട്രക്ചർ ആസ് അൺസർവീസബിൾ. ഇനി അങ്ങനെ യൂസർ ഡിസ്കംഫർട്ട് ഉണ്ടായില്ലെങ്കിൽ വി കോൾ ദ സ്ട്രക്ചർ ആസ് സർവീസബിൾ. അങ്ങനെ സർവീസബിലിറ്റി കണ്ടീഷനും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസൈൻ ചെയ്യുമ്പോൾ. ഒരു സ്ട്രക്ചർ സേഫ് ആയിരുന്നാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കുന്ന ഒക്കുപ്പൻസിനും യൂസറിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെ കാരണങ്ങളാൽ യൂസർ ഡിസ്കംഫർട്ട് ഉണ്ടാകാം? ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ്, വൈബ്രേഷൻസ്, ഡ്യൂറബിലിറ്റി, ഇംപെർമിബിലിറ്റി, ഫയർ റെസിസ്റ്റൻസ്. ഇതെല്ലാം IS കോഡിലുണ്ട്. എക്സസീവ് ആയിട്ടുള്ള ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ക്രാക്ക് ഫോം ചെയ്യുന്നത് പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ യൂസർ ഡിസ്കംഫർട്ട് ഉണ്ടായാൽ പോലും ആ സ്ട്രക്ചർ പ്രോപ്പർ ഡിസൈൻ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസും നമ്മൾ എപ്പോഴും മനസ്സിൽ ഉണ്ടാകും. ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ദ സ്ട്രക്ചർ ഷുഡ് ബി ബോത്ത് സേഫ് ആസ് വെൽ ആസ് സർവീസബിൾ. ഇനി ഇവിടെ ഞാൻ രണ്ട് ടേംസ് ആണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത ഡിസൈനിന്റെ ബേസിക് കൺസിഡറേഷൻസിലേക്ക് കടക്കാം. ഓക്കെ, അത് ഒന്ന് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആൻഡ് ദി അതർ ഈസ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്. ഇതിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിനെ കുറിച്ച് നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ എന്നുള്ള ഡെഫിനേഷനും നമ്മൾ പഠിച്ചു. അത് എന്തുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്?
ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിലുള്ള ഒരു റേഞ്ച് ഓഫ് സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വി ഹാവ് ടു ഗോ ഫോർ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്താണ് ഓരോ മെറ്റീരിയൽസിൽ, അതൊന്നും കൂടെ നമുക്ക് റിക്കളക്ട് ചെയ്യാം. ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്തായിരുന്നു? FCK എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് 28 day ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 150 mm കോൺക്രീറ്റ് ക്യൂബ്സ്. 150 mm കോൺക്രീറ്റ് ക്യൂബ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ FCK എന്നുള്ള ആ വാല്യൂ ഡയറക്ട്ലി നമുക്ക് ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം FCK എന്നുള്ളത് ഒരു ക്യൂബിന്റെ സ്ട്രെങ്തിന്റെ പാരാമീറ്റർ ആണ്. ഒരു ക്യൂബ് സ്ട്രെങ്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് FCK. പക്ഷെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒരു ലാർജ് സ്കെയിൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോളോ അല്ലെങ്കിൽ ശ്രദ്ധയോ പോരാ. ഒരു കോൺക്രീറ്റ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായി ഒരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യുന്ന അത്രയും ഒരു കെയർഫുൾ ആയിട്ടായിരിക്കില്ല ഒരു ലാർജ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്തെടുക്കും? ഡിസൈൻ ആവശ്യങ്ങൾക്ക് only 67% of FCK is considered. അപ്പൊ FCK അല്ല, 67% of FCK എന്ന് പറഞ്ഞാൽ 0.67 FCK ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഡിസൈൻ ആവശ്യങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ FCK ആണ്. ഡിസൈൻ ആവശ്യങ്ങൾക്ക് വി ചൂസ് ഓൺലി 0.67 FCK. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ എന്താണ്? ഇറ്റ് ഈസ് yield strength of steel. അതിനെ വേറൊരു പേരിൽ 0.2% പ്രൂഫ് സ്ട്രെസ് എന്നും വിളിക്കാം. ഏതിന്? HYSD ബാർ ആണെങ്കിൽ 0.2% പ്രൂഫ് സ്ട്രെസ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. വാട്ട് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക് ലോഡ്? ദ കോഡ് ഡിഫൈൻസ് ദാറ്റ് loads which have 95% probability of not being exceeded during the life of the structure. എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞാൽ എന്ത് തരം ലോഡാണോ അത് ഈ സ്ട്രക്ചറിന്റെ ഫുൾ ലൈഫ് ടൈം എടുത്താലും അത് 95% സാധ്യതയും അത് എക്സീഡ് ചെയ്യില്ല. ഈ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞ ലോഡ് അതിനേക്കാളും കൂടുതൽ ഒരു എക്സസീവ് ലോഡ് ആ സ്ട്രക്ചറിൽ വരാനുള്ള സാധ്യത 5% താഴെ ഉള്ളൂ. 95% സാധ്യത ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്. ഈ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എവിടെ നിന്ന് കിട്ടും? അതിനാണ് IS 875 എന്നുള്ള കോഡ് റെഫർ ചെയ്യുന്നത്. IS 875 5 പാർട്ട് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാർട്ട് 1 gives idea about dead loads, part 2 about live loads, wind loads, snow loads and load combinations. ഇത് മാത്രം പോരാ, IS 1893 കൂടെ വേണം. അതിലാണ് സീസ്മിക് ലോഡ്സിനെ കുറിച്ചുള്ള പരാമർശം ഉള്ളത്. സീസ്മിക് ലോഡ്സ് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ക്യാരക്ടറിസ്റ്റിക് ലോഡായ ഒരു ലോഡാണ് സീസ്മിക് ലോഡ്. ആ സീസ്മിക് ലോഡ് എത്ര വാല്യൂ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ കോഡ് റെഫർ ചെയ്താൽ മതി, IS 1893. ഇനി അടുത്ത് നമ്മൾ ഡിസൈനിന്റെ ഫണ്ടമെന്റൽസ് സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസൈൻ മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. IS 456 പരാമർശിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസൈൻ മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. മറ്റ് ഡിസൈൻ മെത്തേഡുകളായ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡുകൾ, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. പഴയ കോഡിൽ അതിന്റെ റെഫറൻസുകളും ഉണ്ട്. ഇതിന് ചില സ്ട്രക്ചേഴ്സ് നമ്മൾ ആ പഴയ മെത്തേഡ്സ് ഉപയോഗിച്ചും ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ പറ്റി പഠിച്ചാൽ മതി. എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്? മറ്റ് പ്രീവിയസ് മെത്തേഡിനെ അപേക്ഷിച്ച് വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പൊ ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആദ്യം പേര് തന്നെ ഡിഫൈൻ ചെയ്തു തുടങ്ങാം. എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ്? ഇവിടെ നോക്കുക, ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് സ്റ്റേറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി. അപ്പോൾ സ്ട്രക്ചറിന്റെ പരിധി എന്താണ്? സ്ട്രക്ചറിന് പരമാവധി ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെന്താണ്? ആ സ്ട്രക്ചറിന്റെ പരിധികൾ എന്തൊക്കെയാണ്? അതിനെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചറിന്റെ പരിധി എന്താണ്? അത് എപ്പോഴാണോ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്, അത് എപ്പോഴാണോ സർവീസിബിലിറ്റി എൻഷുർ ചെയ്യുന്നത്, ആ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിന് എന്ത് പറ്റും? അത് ഫെയിൽ ആകും. ഓക്കെ, ആ പരിധികളെയാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ it can also be defined as the state of impending failure
beyond which a structure ceases to perform its intended function satisfactorily in terms of either safety or serviceability. എന്ന് പറഞ്ഞാൽ സേഫ്റ്റി കൺസിഡറേഷൻ ആയാലും സർവീസബിലിറ്റി കൺസിഡറേഷൻ കൊടുത്താലും ഏത് കൺസിഡറേഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഒരു സ്ട്രക്ചർ എപ്പോഴാണോ സേഫ് അല്ലാതാകുന്നത്, ആ ഒരു പരിധി കാണും, അതിനൊരു ലിമിറ്റേഷൻ കാണും. ആ ലിമിറ്റിനെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സർവീസബിലിറ്റിയുടെ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിലും അതിനെയും വിളിക്കും ലിമിറ്റ് സ്റ്റേറ്റ്. അങ്ങനെ ഈ രണ്ട് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ ലിമിറ്റ് സ്റ്റേറ്റിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഓർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, രണ്ടാമത്തത് സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ് ഓർ ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് സർവീസബിലിറ്റി. അപ്പൊ ഈ രണ്ട് തരം ലിമിറ്റ് സ്റ്റേറ്റ്സുകൾ കോഡിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിയുടെ പരിധികൾ നിർണ്ണയിക്കുന്നതാണ് അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്സ്, സർവീസബിലിറ്റിയുടെ പരിധികൾ നിർണ്ണയിക്കുന്നതാണ് സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ്സ്. അപ്പോ സ്ട്രക്ചർ ഏതൊക്കെ പരിധികളിലാണ് അത് സ്ട്രോങ് ആയിരിക്കുന്നത്, എപ്പോഴാണ് അത് ഓവർ ടേൺ ചെയ്യാതിരിക്കുക, ഏത് പരിധിക്കപ്പുറം അത് സ്ലൈഡ് ചെയ്യും, ഏതിനപ്പുറം അത് ബക്കിൾ ചെയ്യും, ഫറ്റീഗ്, ഫ്രാക്ചർ എന്നീ തുടങ്ങിയ കണ്ടീഷൻസിലെല്ലാം സ്ട്രക്ചർ ഏത് പരിധികൾ, എന്താണ് പരിധി എന്നുള്ള നിർണ്ണയിക്കുന്നതാണ് അൾട്ടിമേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്. അതുപോലെ ഏത് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സസീവായിട്ട് ഡിഫ്ലക്ഷൻ നമുക്ക് നിയന്ത്രിക്കാം, ഡിഫ്ലക്ഷൻ നിയന്ത്രിക്കാം, ക്രാക്ക് വിഡ്ത്ത് നിയന്ത്രിക്കാം, വൈബ്രേഷൻ നിയന്ത്രിക്കാം, അങ്ങനെയുള്ള പരിധികൾ നിർണ്ണയിക്കുന്നതും സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ ഈ ലിമിറ്റ് സ്റ്റേറ്റുകൾ കൃത്യമായി നിങ്ങളുടെ IS കോഡിൽ പറയുന്നുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റിന്റെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, ആ ചാപ്റ്റർ വായിക്കുക, അതിനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി പറയുന്നത്. ഓക്കെ, ഇനി ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അപ്പൊ അതാണ് അടുത്ത ലൈനിൽ ഞാൻ പറയുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് LSM involves underestimation of the material strength and overestimation of external loads. എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും എക്സ്റ്റേണൽ ലോഡ്സിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. മെറ്റീരിയൽ സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെറ്റീരിയൽ സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ സ്ട്രെങ്ത് ഒരു ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കോൺക്രീറ്റ്, സ്റ്റീൽ എന്നീ രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയലിന് നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അതുപോലെ നമ്മൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നതിന് പകരം അതിന്റെ സ്ട്രെങ്ത് അല്പം കുറവാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും, ഇല്ലേ? കാരണം നമുക്ക് മെറ്റീരിയൽ സ്ട്രെങ്ത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ലോഡുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ സ്ട്രെങ്ത് നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിനെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, കുറച്ച് കാണിക്കുക. അതിനാണ് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് മെറ്റീരിയൽ സ്ട്രെങ്ത്. അതുപോലെ നമ്മൾ വേറെ ഒന്നും കൂടെ ചെയ്യും, ഓവർ എസ്റ്റിമേഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ്. എക്സ്റ്റേണൽ ലോഡ്സിനെ ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡ് എത്രയാണോ യഥാർത്ഥത്തിലുള്ളത്. ഈ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ലോഡ്. ആ ക്യാരക്ടറിസ്റ്റിക് ലോഡ് നമുക്ക് കോഡ് നോക്കുമ്പോൾ അറിയാം വരാൻ സാധ്യതയുള്ള ലോഡ് എത്രയാണ്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ നമ്മളൊന്ന് ഓവർ എസ്റ്റിമേറ്റ്, കുറച്ചും കൂടെ കൂട്ടി കാണിക്കുക. അതാണ് ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പൊ മെറ്റീരിയൽ സ്ട്രെങ്തിനെ ഒന്ന് കുറച്ച് കാണിക്കുകയും എക്സ്റ്റേണൽ ലോഡിനെ കുറച്ചൊന്ന് കൂട്ടി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡിസൈൻ എപ്പോഴും സേഫ് ആയിരിക്കും. അതുപോലെ മെറ്റീരിയൽ അതിന്റെ പൂർണ്ണമായ യൂട്ടിലൈസേഷനും നമുക്ക് പോസിബിൾ ആണ്. മെറ്റീരിയലിന്റെ എൻറ്റയർ സ്ട്രെസ് റീജിയനും നമ്മൾ ഉപയോഗിച്ചാണ് ഈ പർട്ടിക്കുലർ മെത്തേഡിൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. മെറ്റീരിയൽ സ്ട്രെങ്തിനെ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും എക്സ്റ്റേണൽ ലോഡ്സിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പോൾ മെറ്റീരിയൽ സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും എക്സ്റ്റേണൽ ലോഡ്സിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഫാക്ടർ ആവശ്യമാണ്. ഒരു ഫാക്ടർ ഉപയോഗിച്ചാണ് ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊരു വാല്യൂവിനെ നമുക്കൊന്ന് കുറച്ച് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണോ ചെയ്യേണ്ടത്, ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്? ഡിവൈഡ് ആണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം, അതിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ അത് അണ്ടർ എസ്റ്റിമേറ്റഡ് ആയി. നേരെ മറിച്ച് ക്യാരക്ടറിസ്റ്റിക് ലോഡുകളെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഇനി സ്ട്രെങ്തിന് ഉപയോഗിക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അല്ല,
ലോഡുകൾക്ക് ഉപയോഗിക്കുന്നത്. ഓരോന്നിനും പ്രത്യേകം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല ഓരോ മെറ്റീരിയലിനും പ്രത്യേകം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ലോഡുകൾക്കും പ്രത്യേകം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്ന പേര് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓരോന്നിനും പ്രത്യേകം സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം 0.67 FCK കോൺക്രീറ്റിനുള്ളത്, സ്റ്റീലിനുള്ളത് FI ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കോൺക്രീറ്റിന് ഉപയോഗിക്കേണ്ട ഫാക്ടർ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എത്രയാണ്? ഈസ് ഈക്വൽ ടു 1.5 and for steel the partial safety factor is 1.15. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെറ്റീരിയലിന്റെ ബിഹേവിയറിൽ അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് പൂർണ്ണമായി ആ മെറ്റീരിയലിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സേഫ്റ്റി ഫാക്ടേഴ്സിന്റെ ആവശ്യമില്ല. അപ്പൊ പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടും നമുക്ക് അതിനെ അത്ര വിശ്വാസം ഇല്ലാത്തതും കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ കോൺക്രീറ്റിനെയാണ് നമുക്ക് തീരെ വിശ്വാസം ഇല്ലാത്തത്. അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടുതലായിരിക്കും സ്റ്റീലിനേക്കാൾ. കാരണം കോൺക്രീറ്റ് സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ചില പോരായ്മകൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. റീഇൻഫോഴ്സിങ് സ്റ്റീല് അങ്ങനെയല്ല, ഫാക്ടറി മെയ്ഡ് ആണ്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് കൺട്രോൾ കണ്ടീഷൻസിൽ നമ്മൾ സ്റ്റീലിനെ മാനുഫാക്ചർ ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കുറച്ച് കുറവാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ പറഞ്ഞു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ ഓരോ മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിനെ അതിന്റെ കറസ്പോണ്ടിങ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെങ്തിനെയാണ് ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഡിസൈൻ സ്ട്രെങ്ത് വേണം നമ്മൾ ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ. സോ ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 0.447 FCK or approximately 0.45 FCK and design strength of steel is equal to 0.87 FY. ഈ വാല്യൂസ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് 0.45 FCK and ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ഈസ് 0.87 FY. ഓക്കെ, ആൻഡ് ഡിസൈൻ ലോഡ്സ് അറിയാം. ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന ലോഡുകളായിരിക്കും നമ്മൾ ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഡുകൾ. ഓക്കെ, അപ്പൊ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെയല്ല. നമ്മൾ ടേബിൾ 18 ഓഫ് IS 456 പേജ് 68 നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഓരോ ടൈപ്പ് ഓഫ് ലോഡ്സിനും ഓരോ ലോഡ് കോമ്പിനേഷൻസിനും ഉപയോഗിക്കുന്ന പ്രത്യേകം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സിനെ കുറിച്ച് ഈ പേജിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ട്, ഡിസൈൻ ലോഡ് ഉണ്ട്. ഇത് രണ്ടും ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഡിസൈൻ സ്ട്രെങ്ത് എങ്ങനെയാണ് കിട്ടിയത്? അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് സ്ട്രെങ്ത്. ഡിസൈൻ ലോഡ് എങ്ങനെ കിട്ടി? ഓവർ എസ്റ്റിമേഷൻ ഓഫ് ലോഡ്സ്. ഇതിന് ഓരോന്നിനും പ്രത്യേകം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഇസ് ഗ്രേറ്റർ ദാൻ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്റ്റീൽ. ഇനി നൗ കമ്മിങ് ടു ദ ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പൊ ഇനി ഇപ്പൊ ഡിസൈൻ ലോഡുകളെ പറ്റി പഠിച്ചു, ഡിസൈൻ സ്ട്രെങ്തിനെ പറ്റി പഠിച്ചു. ഇനി ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ പറ്റി നമ്മൾ പഠിക്കും. എന്തുകൊണ്ട്? ഡിസൈൻ ആവശ്യമുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവും നമ്മൾ മനസ്സിലാക്കിയില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് കംപ്രഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കർവ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ അതുപോലെ എടുത്ത് ഡിസൈനിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഗ്രാഫിനെ നമ്മൾ ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ. സിംപ്ലിഫൈ ചെയ്താലേ നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമാവും. എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ നിങ്ങൾ നോക്കുക, ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനും ഓരോ കർവാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ കോൺക്രീറ്റിന്റെ ഓരോ ഗ്രേഡിനെയും ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ FCK അടിസ്ഥാനത്തിലാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, FCK ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്ന എന്തൊരു FCK ആണ്? നമ്മൾ ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന FCK അല്ല, സോറി, നമ്മൾ സ്ട്രക്ചറിലാണ് ഉപയോഗിക്കുന്നത്. സ്ട്രക്ചറിൽ ഉപയോഗിക്കുമ്പോൾ ക്യൂബിന്റെ FCK പോരാ, എന്താണ് എടുക്കേണ്ടത്? 67% ഓഫ് FCK വേണം എടുക്കുക. അപ്പൊ 0.67 FCK ആയിരിക്കും ഈ ഐഡിയലൈസ് ചെയ്ത സ്ട്രെസ് സ്ട്രെയിൻ കർവ് അറ്റൈൻ ചെയ്യുന്ന പരമാവധി സ്ട്രെസ് ലെവൽ. ഓക്കെ, അപ്പോ നമ്മുടെ സ്ട്രെസ് പരമാവധി എത്ര വരെ ആകും? 0.67 FCK. സോ ഇതിനകത്തുള്ള ഇനിഷ്യലി സ്ട്രൈറ്റ് ലൈൻ പോർഷൻ, നമ്മൾ ഇതിനകത്ത് ഇനിഷ്യലി കുറച്ച് സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു നോൺ ലീനിയർ റീജിയൻ ഉണ്ട്, ഇതിനും അതുപോലെ നോൺ ലീനിയർ റീജിയൻ ഉണ്ട്, പിന്നെ ഇതിനൊരു ഡിക്ലൈൻ ഉണ്ട്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സ്ട്രെസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കുറയും, സ്ട്രെയിൻ സോഫനിങ് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ അതിനെയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ അതിനെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാറ്റം വരുത്തുന്ന കർവിനെയാണ് ഐഡിയലൈസ്ഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓർ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മുടെ ആവശ്യാനുസരണം ഇതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത കർവ്.
ഓക്കെ, അപ്പൊ അതിന്റെ പരമാവധി സ്ട്രെസ് വാല്യൂ എത്രയാണ്? ഇത് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് 67% ഓഫ് FCK, 0.67 FCK. അതുപോലെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, എല്ലാ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആയാലും അത് മാക്സിമം സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെയിൻ വാല്യൂ എത്രയായിരുന്നു? 0.002. ഇവിടെയും അതുപോലെ തന്നെ ഇത് മാക്സിമം സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്ന ആ സ്ട്രെയിൻ വാല്യൂ എത്രയാണ്? 0.002. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇത് ഈ സ്ട്രെയിൻ റീജിയൻ അത് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയിലിയർ നടക്കുന്ന സ്ട്രെയിൻ അത് 0.003ക്കും 0.004നും ഇടയ്ക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്തെടുത്തു? 0.0035 എടുത്തു. ഓക്കെ, അപ്പൊ ഇതും ഓർത്തിരിക്കുക. ഈ സ്ട്രെയിൻ വാല്യൂസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് എപ്സിലൺ CU ഈസ് ഈക്വൽ ടു 0.0035. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് കർവ് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഇനി ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മൾ ഇതിനെ ഐഡിയലൈസ് ചെയ്ത് മാറ്റിയതാണ്. ഇനി അതിനെ ഒന്നും കൂടെ ചേഞ്ച് ചെയ്യണം. നമ്മൾ ഡിസൈൻ ആവശ്യങ്ങൾക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് കർവ് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 0.67 FCK ഒക്കെ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് ഒരു അണ്ടർ എസ്റ്റിമേഷൻ നടത്തി 0.67 FCK മാറ്റി എന്താക്കി എടുത്തു? 0.45 FCK ആക്കി എടുത്തതാണ്. നിങ്ങൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടതാണ്. 0.67 FCK മാറ്റി നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് 0.45 FCK ആക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ട്രെസ് വാല്യൂസിനെ, ഈ ക്യാരക്ടറിസ്റ്റിക് കർവിലെ എല്ലാ പോയിന്റ്സിനെയും നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് ഡിസൈൻ കർവ് ആക്കി എടുക്കണം. അതിനെന്ത് ചെയ്യണം? എവറി സ്ട്രെസ് വാല്യൂ ഈസ് ഡിവൈഡഡ് ബൈ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്തെടുത്തിട്ടുള്ള ഫൈനൽ കർവാണ് നിങ്ങൾ ഈ കാണുന്ന ഡിസൈൻ കർവ്. ഓക്കെ, സോ ഡിസൈൻ കർവ് ആയിരിക്കും നമ്മൾ കോൺക്രീറ്റിന്റെ ഡിസൈൻ, RCC ഡിസൈൻ ഉപയോഗിക്കും. ഓക്കെ, ശരി. ഇനി അടുത്തത് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. അതും ഡിസൈൻ ആവശ്യത്തിനുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്താണെന്നുള്ളതും പഠിക്കും. നമ്മൾ അതിന്റെ ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആൻഡ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ അത് പഠിച്ചു. അപ്പോ ഇവിടെ ഇതിനെയും ഐഡിയലൈസ് ചെയ്യണം. ഇപ്പൊ ഇതിനെയും ഐഡിയലൈസ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ നോക്ക്, FE 250യെ ഐഡിയലൈസ് ചെയ്തതാണ്. ഇതിന്റെ ഇനിഷ്യൽ സ്ട്രൈറ്റ് ലൈൻ പോർഷൻ അത് അതുപോലെ എടുത്തിട്ടുണ്ട്. ബാക്കി ഈൽഡ് പ്ലേറ്റോ അല്ലെങ്കിൽ ഈൽഡ് റീജിയനും അതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അതിനെല്ലാം കൂടെ ചേർത്ത് സ്ട്രെയിറ്റ് ലൈൻ ആക്കി കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇതിനെയും സ്കെയിൽ ഡൗൺ ചെയ്യണം. അപ്പൊ സ്റ്റീലിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എത്രയാണ്? 1.15. അപ്പൊ ഇത് പരമാവധി എത്തുന്ന സ്റ്റീലിന് പരമാവധി എത്തുന്ന സ്ട്രെസ് വാല്യൂ എത്രയാണ്? ഈൽഡ് സ്ട്രെസ് ആണ് അതിന് പരമാവധി എത്താൻ പറ്റുന്ന സ്ട്രെസ്. അതിനാണ് ക്യാരക്ടറിസ്റ്റിക് കർവിലെ പരമാവധി സ്ട്രെസ് വാല്യൂ ആണ് ഈൽഡ് സ്ട്രെസ്. ഓക്കെ, അതിനെ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.87 FI കിട്ടും. മനസ്സിലായല്ലോ? അപ്പോ ക്യാരക്ടറിസ്റ്റിക് കർവിനെ ഡിസൈൻ കർവാക്കി മാറ്റി. ഏതിന്? FE 250. അതുപോലെ തന്നെ FE 415 ആൻഡ് FE 500 ഗ്രേഡ് സ്റ്റീൽ, ഇത് രണ്ടിനും കൂടെ ചേർത്ത് ഞാൻ ഒരു കോമൺ ആയിട്ടൊരു ബിഹേവിയർ കർവ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. രണ്ടിനും പ്രത്യേകം കർവ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് SP 16 ചാർട്ട്സിൽ പേജ് നമ്പർ 5 നോക്കിയാൽ അതിന്റെ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക് കർവും ഡിസൈൻ കർവും ഒക്കെ അതിനകത്ത് കാണാം. ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീലും പ്രത്യേകം. ഓക്കെ, സോ ഇവിടെ നോക്കുക, FE 415ന്റെ ഇനിഷ്യലി സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇവിടെയും അതുപോലെ സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് കഴിഞ്ഞൊരു നോൺ ലീനിയർ റീജിയൻ ഉണ്ട്. ആ നോൺ ലീനിയർ റീജിയൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇവിടെ ഒറിജിനൽ കർവിൽ. ഇവിടെ ആ നോൺ ലീനിയർ റീജിയൻ മാറി നമ്മൾ അതിന് ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഒരു ഐഡിയലൈസേഷൻ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഐഡിയലൈസ്ഡ് ക്യാരക്ടറിസ്റ്റിക് കർവിനെയും നമ്മൾ പിന്നെയും എന്ത് ചെയ്യും? സ്കെയിൽ ഡൗൺ ചെയ്ത് ഡിസൈൻ കർവാക്കി മാറ്റും. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് കർവിനെ ഡിസൈൻ കർവാക്കാൻ ഇതിൽ ഓരോ സ്ട്രെസ് വാല്യൂസിനെയും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നിനെയും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആക്കി ഡിവൈഡ് ചെയ്താണ് ഈ കോൺക്രീറ്റിന്റെ ഡിസൈൻ കർവ് ഒബ്റ്റെയിൻ ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ ഇവിടെ ത്രൂ ഔട്ട് ഇതിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. ഇനിഷ്യൽ സ്ട്രൈറ്റ് ലൈൻ പോർഷൻ ഈസ് കെപ്റ്റ് ഇൻടാക്ട്. അതിന്റെ നോൺ ലീനിയർ റീജിയൻ തൊട്ടേ ഉള്ളൂ. ഇതിന്റെ നോൺ ലീനിയർ റീജിയൻ മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. ഓക്കെ, കാരണം എന്താണ്? സ്റ്റീലില് എപ്പോഴും നിങ്ങൾ ഓർക്കുക, സ്റ്റീലിന്റെ modulus of elasticity is dependent on the initial straight line portion which remains constant. നമ്മൾ ഡിസൈൻ കർവ് എടുത്താലും ക്യാരക്ടറിസ്റ്റിക് കർവ് ആക്കിയാലും അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. കോൺക്രീറ്റിന്റെ കേസ് അങ്ങനെയല്ല. കോൺക്രീറ്റിന് ഓരോ ഗ്രേഡിനും ഓരോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, സ്റ്റീലിന് അങ്ങനെയല്ല. ഓരോന്നിനും എന്തെടുത്താലും കോൺസ്റ്റന്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ കർവ് ആണെങ്കിലും അതിന്റെ ഇനീഷ്യൽ സ്ട്രേറ്റ് ലൈൻ പോർഷൻ ഇസ് കെപ്റ്റ് ഇൻടാക്ട്. അതിന് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ബാക്കിയുള്ള പോർഷൻ മാത്രമേ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഡിസൈൻ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിനൊന്ന് ബ്രീഫ് ആയിട്ട് ഞാൻ സമ്മറൈസ് ചെയ്യാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ.
ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനകത്ത് കോൺക്രീറ്റ് വെൻ സബ്ജക്റ്റഡ് ടു കംപ്രഷൻ, അതിനകത്ത് ആ കംപ്രസീവ് സ്ട്രെങ്തിന് ഒരുപാട് വേരിയബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കംപ്രസീവ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഡിഫൈൻ ചെയ്തു. അതുപോലെ വെൻ ദ കോൺക്രീറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ, the tensile strength of concrete is very very low. It is of the order of 7 to 15% of the compressive strength of concrete. അപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം ഫ്രാക്ചർ അല്ലെങ്കിൽ ക്രാക്ക് നടക്കാൻ സാധ്യത ഒരു ബീമിൽ അതിന്റെ ടെൻഷൻ സൈഡിലാണ്. അവിടെ അതുകൊണ്ട് സ്റ്റീല് എംബഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി സ്റ്റീലിന്റെ വെൻ സബ്ജക്റ്റഡ് ടു ടെൻഷൻ, അതിനകത്ത് നമ്മൾ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ഈസ് ടേക്കൺ ആസ് ദ yield strength of steel or 0.2% proof stress. ഇനി coming to the design of structures, we know we have to take two criteria into consideration. One is strength and the second is serviceability. രണ്ട് കണ്ടീഷൻസും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ നമ്മൾ രണ്ട് ടേംസ് ഡിഫൈൻ ചെയ്തു, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ്. അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് നമ്മൾ പഠിച്ചു. എന്താണ്? ഇറ്റ് റിസൾട്ട്സ് ഇൻ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഓവർ എസ്റ്റിമേഷൻ ഓഫ് ലോഡ്സ്. ഇത് രണ്ടും ചെയ്യാൻ എന്ത് വേണം? നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആവശ്യമാണ്. ഓക്കെ, അത് ചെയ്ത് നമ്മൾ ഫൈനലി ഡിസൈൻ സ്ട്രെങ്തും ഡിസൈൻ ലോഡ്സും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീലും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.